നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിൽ നടന്ന പോളിംഗ് ക്രമക്കേടിന്റെ ഗുരുതര റിപ്പോർട്ടുകൾ ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ഞെട്ടലോടെയല്ലാതെ ഈ റിപ്പോർട്ട് വായിക്കാൻ കഴിയുകയില്ല. അതായത് പോളിംഗ് ദിവസം രാത്രി 12 മണിക്ക് ശേഷവും അർദ്ധരാത്രിക്ക് ശേഷവും, അതായത് പിറ്റേ ദിവസം പുലർച്ചെ പോലും വോട്ടിംഗ് ഉണ്ടായിരുന്നു. 17 ലക്ഷം വോട്ടുകൾ, 17 lakhs, അതാണ് ഇപ്പോഴത്തെ ടോട്ടൽ ഫിഗറായി കരുതപ്പെടുന്നത്. ഇത്രയും വോട്ടുകൾ അനധികൃതമായി കൂട്ടിച്ചേർത്തു. വലിയ തോതിലുള്ള കളികളാണ് നടന്നത്. ആന്ധ്രയിൽ പല പ്രദേശങ്ങളിലും അട്ടിമറി നടന്നത് അതിനാലാണ് എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിന് കേവലം 4 സീറ്റുകൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്. ബാക്കി ഒട്ടുമിക്ക സീറ്റുകളും TDP, BJP, ജനസേന സഖ്യം വിജയിച്ചു കയറുന്ന കാഴ്ചയാണ്. അതിൽ തന്നെ ജനസേനയ്ക്ക് 2 സീറ്റ്, BJPക്ക് 3 എന്നിങ്ങനെ പോവുകയാണ് അവിടുത്തെ കാഴ്ചകൾ. നിലവിലെ സാഹചര്യം അനുസരിച്ച് 16 TDP MPമാരുള്ള ഏറ്റവും വലിയ BJPയുടെ നെടുന്തൂണായി കേന്ദ്രമന്ത്രിസഭയിൽ അവർക്ക് പിന്തുണയുമായിരിക്കുന്ന TDPയാണ്. ആ TDPക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ള കള്ളക്കളികൾ അറിയാമെന്നും അന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയത് കൃത്യമായും ആ ഉദ്യോഗസ്ഥർക്ക് അറിവോടുകൂടി എല്ലാ രീതിയിലുള്ള പരസ്യമായ സമ്മതത്തോടു കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറും ഈ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനും പരമാവധി തെളിവുകൾ നശിപ്പിക്കാനും കൂട്ടുനിന്നു എന്ന ആരോപണവും അതിശക്തമായി നേരിടുന്ന സാഹചര്യം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോക്സഭയിലെ തെരഞ്ഞെടുപ്പും നിയമസഭയിലെ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടന്ന 2 സംസ്ഥാനങ്ങൾ ഒഡീസയും ആന്ധ്രയുമാണ്. ഒഡീസയിലും ആന്ധ്രയിലും ഭരണമാറ്റം വന്നു. ഒഡീസയിൽ BJDയേക്കാൾ മുന്നിലേക്ക് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. എന്നാൽ ലോക്സഭയിൽ BJP പരിപൂർണമായി സീറ്റുകൾ തൂത്തുവാരുന്നു. 21-ൽ 20 സീറ്റ് ഒഡീസയിൽ നേടുന്നു. ആന്ധ്രയിൽ അവിടുത്തെ 25-ൽ 21 സീറ്റുകൾ TDP BJP സഖ്യം നേടിയെടുക്കുന്നു. അവിചാരിതമായിട്ടുള്ള പല സംഭവങ്ങളും നടക്കുന്നു. അസ്വാഭാവിക പല സംഭവങ്ങളും നടന്നു വന്നു. ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തിയെടുക്കണമെന്ന ആരോപണമാണ് ഇപ്പോൾ അണിയറയിൽ ഉയർന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങളുടെ എല്ലാ തെളിവുകളും നിരത്തി ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ജഗൻമോഹൻ കോൺഗ്രസിന് കൈകൊടുത്തിരിക്കുകയാണ്. ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ്.